കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എന്താണ് ഈ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പുതിയ പാർട്ട്ണർ കൊണ്ടുവരേണ്ടുന്ന ക്യാപിറ്റൽ എത്ര എന്ന് നമ്മളോട് പറയുന്നില്ല. പകരം നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വിമൽ ടു ബ്രിങ് ഇൻ ക്യാപിറ്റൽ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 1/5 ഓഫ് ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം. സോ ഇവിടെ നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തണം? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് നിലനിൽക്കുന്ന പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ റീവാല്യുവേഷനുമായിട്ടും ഷെയർ ഓഫ് ഗുഡ്വില്ലുമായിട്ടും ഒക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ക്യാപിറ്റൽ ബാലൻസ് പരിഗണിച്ചുകൊണ്ട് ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്തുകയും ആ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1/5 ഷെയറാണ് ആര് കൊണ്ടുവരേണ്ടത്? ഈ പറയുന്ന പുതിയ പാർട്ട്ണർ വിമൽ കൊണ്ടുവരേണ്ടത്. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേകത. ആദ്യത്തെ രീതി ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? പുതുതായിട്ട് വരുന്ന പാർട്ട്ണറിൻ്റെ ക്യാപിറ്റലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റും ബേസാക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം കാൽക്കുലേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ, ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പാർട്ട്ണർ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് പോകാം. ആദ്യമായി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഓൾഡ് റേഷ്യോ 3:2 ആണ്. ഷെയർ 1/5 ഷെയറാണ്. ടോട്ടൽ ഷെയർ 1 ആണെന്നുണ്ടെങ്കിൽ റിമൈനിങ് ഷെയർ 1 - 1/5 = 4/5. ഈ 4/5 ഓൾഡ് പാർട്ട്നേഴ്സിനിടയിൽ 3:2 എന്ന റേഷ്യോയിൽ നമ്മൾ വീതിക്കുന്നു. സോ 12/25, then 8/25, then ന്യൂ റേഷ്യോ 12:8:5 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നോക്കിയാൽ ഓൾഡ് റേഷ്യോ 3:2 ആണ്. ന്യൂ റേഷ്യോ 12:8:5 ആണ്. ഈ 12:8 തന്നെയാണ് 3:2. അതായത് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും സെയിം തന്നെ ആയതുകൊണ്ട് സാക്രിഫൈസിങ് റേഷ്യോയും എന്ത് തന്നെ ആയിരിക്കും? 3:2 അല്ലെങ്കിൽ 12:8 ആയിരിക്കും. ശേഷം നമുക്ക് റീവാല്യുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. ഇവിടെ റീവാല്യുവേഷൻ അക്കൗണ്ടിൽ ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ദ വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻക്രീസ്ഡ് ബൈ 15,000. So by land and building 15,000. Then the value of plant be increased 10,000. So plant 10,000. ഇത് മാത്രമേ ഉള്ളൂ. നമ്മളത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ 25,000. പ്രത്യേകിച്ച് പ്രോഫിറ്റ് 25,000. ഈ റീവാല്യുവേഷൻ പ്രോഫിറ്റിനെ ഓൾഡ് പാർട്ട്നേഴ്സായിട്ടുള്ള ആശിഷിനും ദുത്തയ്ക്കും 3:2 എന്ന ഓൾഡ് റേഷ്യോയിൽ വീതിച്ച് കൊടുക്കുമ്പോൾ ആശിഷിന് 15,000 ദുത്തായ്ക്ക് 10,000 രൂപയും റീവാല്യുവേഷൻ പ്രോഫിറ്റ് എന്ന ഇനത്തിൽ കിട്ടും. സോ ഇനി അടുത്തത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. നോക്കൂ, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. ദെൻ നമുക്കറിയാം ബാലൻസ് ഷീറ്റിലെ ഇവരുടെ ബാലൻസ് ആദ്യം നമ്മൾ എടുത്തെഴുതുന്നു. ബാലൻസ് ബ്രോ ഡൗൺ 80,000 ആൻഡ് 35,000. ഓക്കെ, ഇനി എന്താണുള്ളത്? റീവാല്യുവേഷൻ 15,000 ആൻഡ് 10,000. ഇനി ഈ പറയുന്ന ഗുഡ്വിൽ അല്ലേ, ടോട്ടൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താണ്? 20,000 രൂപയാണ് ഫേമിൻ്റെ ടോട്ടൽ ഗുഡ്വിൽ. അതിൽ 1/5 ഷെയർ ആയിട്ടുള്ള 4,000 രൂപ വിമൽ കൊണ്ടുവരണം. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയാണ് പറയുക. ഇവിടെ ഒരു കാര്യം നമ്മൾ പരിഗണിക്കേണ്ടത്, ഇവിടെ വിമൽ എത്ര രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നു എന്ന് പോലും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിമലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെയല്ല, മറിച്ച് വിമലിൻ്റെ ഒരു കറണ്ട് അക്കൗണ്ടിലൂടെ ആയിരിക്കും നമ്മൾ ഗുഡ്വില്ലിനെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പാസ്സാക്കുന്ന എൻട്രി എങ്ങനെയായിരിക്കും? വിമൽസ് കറണ്ട് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു ആശിഷ് ക്യാപിറ്റൽ ആൻഡ് ദുത്താസ് ക്യാപിറ്റൽ എന്നായിരിക്കും. അങ്ങനെ 4,000-നെ നമ്മൾ നോക്കൂ, വിമലിൻ്റെ ഷെയർ 4,000, അതുപോലെ തന്നെ വിമൽസ് കറണ്ട് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു ആശിഷ് ക്യാപിറ്റൽ ആൻഡ് ദുത്താസ് ക്യാപിറ്റൽ. ഈ സാക്രിഫൈസിങ് റേഷ്യോയിൽ നമ്മൾ വീതിച്ച് ഇത് പോസ്റ്റ് ചെയ്യും.
അപ്പോൾ വിമൽസ് കറണ്ട് അക്കൗണ്ട് ശ്രദ്ധിക്കുക, വിമലിൻ്റെ കറണ്ട് അക്കൗണ്ടിനെ നമ്മളിവിടെ പരിഗണിക്കാനുള്ള കാരണം അതൊരു യുക്തിയാണ്. കാരണം ക്യാപിറ്റൽ പോലും എത്ര കൊണ്ടുവരും എന്ന് നമ്മൾ കണക്ക് കൂട്ടാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ വിമലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യുന്നതിനകത്ത് ഒരയുക്തിയുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിമലിൻ്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിലൂടെ ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 2400 ആൻഡ് 1600. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാം. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കറിയാം, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 12:8:5 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം അല്ലേ, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം കാൽക്കുലേറ്റ് ചെയ്യാൻ നിലവിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ കണ്ടെത്തണം. നിലവിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ആശിഷിനാണെങ്കിൽ 97,400, ദത്തയ്ക്ക് 46,600. സോ ആശിഷിൻ്റെ ക്യാപിറ്റൽ 97,400, ദത്താസ് ക്യാപിറ്റൽ 46,600. ടോട്ടൽ 1,44,000 രണ്ടുപേർ കൂടി എത്ര ഷെയർ ഉണ്ട്? 20 ഷെയർ. 25-ൽ 20 ഷെയർ. ക്ലിയർ? അതായത് 4/5 ഷെയർ. 5-ൽ 4 ഷെയറിന് വേണ്ടിയിട്ടാണ് 1,44,000 രൂപ ആശിഷും ദുത്തയും ഈ ബിസിനസ്സിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1,44,000 ഇൻറ്റു 25/20 ഈക്വൽ ടു 1,80,000 രൂപയാണ് ഈ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ 1,80,000 വിമലിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയർ 1/5 അല്ലേ, ആ 1/5 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. വിമൽസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 1,80,000 ഇൻറ്റു 5/25 ഓർ 1/5 ഈക്വൽ ടു 36,000. ഈ 36,000 റുപ്പീസാണ് ആര് കൊണ്ടുവരേണ്ടത്? വിമൽ ക്യാഷായിട്ട് കൊണ്ടുവരേണ്ടത്. എൻട്രി ക്യാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു വിമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 36,000. ക്ലിയർ? ശേഷം നമ്മളിതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബാലൻസ് 97,400, 46,600 ആൻഡ് 36,000. സോ ഇങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് ബാലൻസ് ഷീറ്റ്, റൈറ്റ്? സോ ബാലൻസ് ഷീറ്റ് ആദ്യം നോക്കൂ. ക്രെഡിറ്റേഴ്സ് 15,000 മാറ്റമില്ല. ബിൽസ് പേയബിൾ 10,000 അതിനും മാറ്റമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽസ്, ആശിഷിൻ്റെ ക്യാപിറ്റൽ പുതിയ ക്യാപിറ്റൽ 97,400, ദെൻ ദുത്തയുടെ 46,600, ദെൻ വിമലിൻ്റെത് 36,000. ടോട്ടൽ ക്യാപിറ്റൽ 1,80,000. ഇത് തന്നെയാണല്ലോ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതും, അത് ഓർക്കുക. ഇനി അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 15,000 ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. 35,000-ഉം 15,000-ഉം 50,000 രൂപ. ദെൻ പ്ലാന്റ് 55,000 രൂപ. 45,000 ഉണ്ടായിരുന്നു, 10,000 ഇൻക്രീസ് ചെയ്തു, 55,000 രൂപ. ഓക്കെ. ദെൻ ഡെറ്റേഴ്സ് 22,000, പ്രൊവിഷൻ കുറച്ച് ബാക്കി 20,000. ദെൻ സ്റ്റോക്ക് 35,000. ദെൻ ക്യാഷ് 5,000 രൂപ ഉണ്ടായിരുന്നു, 36,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നു, കൂട്ടി 41,000. ഒരു ഐറ്റം കൂടിയുണ്ട് ഇവിടെ. വിമലിൻ്റെ ഗുഡ്വിൽ, ഷെയർ ഓഫ് ഗുഡ്വിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് വിമലിൻ്റെ കറണ്ട് അക്കൗണ്ടിലൂടെയാണ്. ആ കറണ്ട് അക്കൗണ്ടിനെയും നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. 4,000 രൂപ ബാലൻസ് ഷീറ്റ് ടാലിയാക്കുന്നു. 1,05,000 രൂപയാണ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ.